ചെമ്പനിപ്പു സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. സുധി കടയിൽ നിൽക്കുവാണ് കേട്ടോ. 2 ദിവസമായിട്ട് പ്രത്യേകിച്ച് സെയിൽസും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ആ ടെൻഷനിലാണ് ആളിങ്ങനെ നിൽക്കുന്നത്. ഇപ്പോ സാധാരണയായിട്ട് എല്ലാവരും ഓൺലൈനായിട്ടാണല്ലോ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. കടയിലേക്കൊന്നും ഒരുത്തരും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് അദ്ദേഹത്തിന് എന്തോ ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് ലീവ് വേണം, നാട്ടിൽ പോകാനെന്ന് പറയുകയാണേ. നീ ലീവ് എടുത്തോന്നൊക്കെ സുധി പറയുന്നുണ്ട്. പക്ഷെ പോകുന്നതിന് മുമ്പായിട്ട് അഡ്വാൻസ് വേണമെന്നാണ് പറയുന്നത്. ഞാൻ തന്നെ ഇവിടെ ഡ്യൂ കെട്ടാൻ വേണ്ടിയിട്ട് പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് നിന്റെ അഡ്വാൻസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാർ, ഞാൻ ഈ ഷോപ്പിലല്ലേ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ടല്ലേ അഡ്വാൻസ് ചോദിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് കടയിൽ 1 വീക്കായിട്ട് സെയിൽസ് ഒന്നും നടന്നില്ലല്ലോ സാർ, അതൊന്നും എന്റെ മിസ്റ്റേക്ക് അല്ല, എനിക്ക് അഡ്വാൻസ് വേണമെന്ന് പറയാം. നെക്സ്റ്റ് വീക്കല്ലേ നിനക്ക് പണം വേണ്ടത്, അപ്പൊ നോക്കാം, നീ ചെല്ലെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് പറഞ്ഞു വിടുവാണേ. അപ്പോഴേക്കും കടയിൽ അന്നൊരു ദിവസം ലോട്ടറി അടിച്ചു കഴിഞ്ഞ് സാധനം മേടിക്കാനെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ നോക്കുകയും അതിന്റെ വിലയൊക്കെ നോക്കിയിട്ട് ഒരാൾ പോയിട്ടുണ്ടായിരുന്നല്ലോ. അയാള് വീണ്ടും കടയിലേക്ക് വരുവാണ്. വന്ന ഉടനെ തന്നെ എന്താ നിങ്ങള് വേറെ ഏതെങ്കിലും ലോട്ടറി എടുത്തിട്ട് അടിക്കുന്നുള്ള കാര്യം വിചാരിച്ചും കൊണ്ട് സാധനം എടുക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ടേ. നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, ഞാന് അന്ന് ഇവിടെ വന്ന സമയത്ത് നീ എന്നെ തൂക്കി പുറത്തിട്ടതല്ലേ, അതിന് പകരം വീട്ടാൻ വേണ്ടി വന്നതാണോ? പകരം വീട്ടാൻ വേണ്ടിട്ടേ ഞാനിപ്പോ റൗഡി ഒന്നുമല്ല, കോടീശ്വരനാണ്. അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് 25 കോടി ലോട്ടറി അടിക്കൂ എന്നുള്ള കാര്യം. അത് അടിച്ചു. ടാക്സ് എല്ലാം പോകെ 20 കോടി രൂപ എന്റെ അക്കൗണ്ടിൽ കയറി. അതെങ്ങനെ സാർ എന്ന് ചോദിക്കുമ്പോ എല്ലാം ഒരു വിശ്വാസമാണെടോ. സാർ ഇപ്പോ എന്റെ കടയിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടി വന്നതാണോ? അന്ന് നീ എന്നെ ഓടിച്ചു വിട്ടിട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ 20 ലക്ഷം രൂപയ്ക്ക് സാധനം വാങ്ങുകയും 1 ലക്ഷം രൂപ നിനക്ക് ടിപ്പായിട്ട് തരികയും ചെയ്യുമായിരുന്നു. അന്ന് നീ എന്നെ നാണം കെടുത്തിട്ട് ഇവിടുന്ന് പറഞ്ഞയച്ചില്ലേ? അയ്യോ ഇല്ല സാർ, അന്ന് ഞാൻ വേറൊരു ടെൻഷനിലായിരുന്നു. ഇപ്പൊ സാറിന് ഞാൻ വേറെ നല്ല പ്രോഡക്ട്സ് ഒക്കെ കാണിച്ചു തരാം. ഇത് കേട്ട അയാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കഷ്ടപ്പാട് വരുന്ന സമയത്ത് നമ്മുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാക്കണം. എന്നാ ഇപ്പൊ ഉണ്ടല്ലോ എന്റെ കഷ്ടപ്പാടെല്ലാം മനസ്സിലാക്കിയിട്ട് എനിക്ക് മറ്റൊരാൾ കടയിൽ നിന്ന് സാധനം തരാന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ഞാൻ വാങ്ങാൻ വേണ്ടി പോകുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് സുധി ചോദിക്കുന്നുണ്ടേ. നിനക്ക് ഞാനൊരു അഡ്വൈസ് തന്നിട്ട് പോകാന്ന് വിചാരിച്ചു. ജീവിതം എന്ന് പറയുന്നതിൽ ഒരു വിശ്വാസം വേണം, എല്ലാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. അന്ന് നീ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് 20 ലക്ഷം രൂപയുടെ വ്യാപാരം നടന്നേനെ. ഇപ്പോ എല്ലാം പോയില്ലേ, അതുകൊണ്ട് തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശീലിച്ചോ. സാധനം മേടിക്കാനല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അതിന് തന്നെയാണ്. നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഒരിക്കലും വ്യാപാരം നടക്കില്ല, ഈ കട ഉടനെ തന്നെ പൂട്ടി പോകുന്നൊക്കെ പറയാണ്. മതി, നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട, ബോയ്സ് ഇങ്ങോട്ട് വാ, ഇയാളെ പിടിച്ചിട്ട് പുറത്താക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഉടനെ അങ്ങോട്ട് ആനന്ദം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത് എന്താ കാര്യം എന്നാണ്. അയാൾ ശരിക്കും വട്ടനാണെന്നുള്ള കാര്യം പറയുമ്പോൾ ആരുടെ വട്ടൻ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് വീണ്ടും അയാൾ പോയവിടുന്ന് തിരികെ വരുവാണ്. സാർ, എന്താ പ്രശ്നം എന്ന് ആനന്ദ് ചോദിക്കുന്നുണ്ട്. എനിക്ക് ലോട്ടറി അടിക്കുന്നു പറഞ്ഞിട്ട് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞു വിട്ടു. എന്നാ ഇപ്പൊ എനിക്ക് ശരിക്കും ലോട്ടറി അടിച്ചു. സാർ വിട്ടേക്ക് സാർ, സാർ പൊക്കോളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ നീ അധികം വൈകാതെ ഈ കട പൂട്ടാൻ വേണ്ടി പോവാണെന്നൊക്കെ അയാൾ പ്രാഗിയിട്ടാണ് കേട്ടോ പോകുന്നത്. നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട, ഞാൻ നിങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സുധി അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ആനന്ദാണെങ്കിൽ പിടിച്ചു വെക്കുന്നുണ്ട്. ഇത് നോക്ക്, അവൻ എന്ത് വർത്താനം പറഞ്ഞിട്ടാ പോകുന്നത് എന്നുള്ള കാര്യം. അയാൾ പറയുന്നത് ശരിയല്ലേ, നീ അന്ന് അവന് സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പോ എത്ര വലിയ ബിസിനസ്മാൻ ആവേനെ. ഇവനൊക്കെ ലോട്ടറി അടിക്കുന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയുന്നത്? അവർക്കൊക്കെ നല്ലത് നടക്കുന്നു, എന്നാ എനിക്ക് മാത്രം ഒന്നും നടക്കുന്നില്ല. നമുക്ക് നല്ലത് നടന്നിട്ടില്ലെങ്കിൽ വേറെ ആർക്കും നല്ലത് സംഭവിക്കരുതെന്ന് വിചാരിച്ച് നടക്കുന്ന ആളല്ലേ നീ? ബ്രോ, ശരിക്കും ഇപ്പൊ ബിസിനസ് ഒന്നും നടക്കുന്നില്ല. അതിനു പകരം കറണ്ട് ബില്ല് കെട്ടണം, ഡീലറിന് പണം കൊടുക്കണം, അത് ഇത്, പിന്നെ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അഡ്വാൻസ് ഒക്കെ ചോദിച്ചിരിക്കുന്നു. എല്ലാം മൊത്തത്തിൽ ഞാൻ പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെലവ് ഇങ്ങനെ ഏറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ എന്റെ അവസ്ഥ എന്താകും? ഇങ്ങനെ ചില്ലറ വ്യാപാരം ഒന്നും ചെയ്തിട്ട് ഒന്നും ആകുന്നുള്ള കാര്യം തോന്നുന്നില്ല. എനിക്കറിയുന്ന മറ്റൊരു ചില്ലറ വ്യാപാരം ഉണ്ടല്ലോ, അമ്പലത്തിന് മുമ്പിൽ പോയിട്ടിരിക്കുക, എന്താ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ് ആനന്ദ്. നിങ്ങൾ എന്താ ബ്രോ ഇങ്ങനെയൊക്കെ പറയുന്നത്? വലിയ ലെവലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അതിനെന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞാനും നിന്നെ കാണാൻ വേണ്ടി വന്നത്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ബോംബെയിൽ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഫ്രണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട് ഉണ്ടാവാൻ പാടില്ലേ? നിന്നെ പോലെ മാത്രമല്ല, എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സും ഉണ്ട്. എന്റെ ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞു അവര് കമ്പനിയിൽ വലിയ എന്തോ ഡീലർഷിപ്പ് എടുക്കാൻ വേണ്ടി പോവാണ്, ഇന്റർനാഷണൽ ഡീലർഷിപ്പ്. അത് കേട്ടോടെ തന്നെ ആണോന്ന് ചോദിക്കുകയാണെ. അങ്ങനെയാണെങ്കിൽ അവരുമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ ലെവലിലുള്ള ബിസിനസ് ചെയ്യാലോ. ഇത് കേട്ട് ആനന്ദ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിച്ചിട്ട് നോക്കാം എന്ന്. തുടർന്ന് രാത്രിയിൽ സച്ചി കുറച്ച് ലേറ്റ് ആയിട്ടാണോ വരുന്നത്. രേവതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് വരുമ്പോൾ എന്താ ഇന്ന് ലേറ്റ് ആയെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. സച്ചേട്ടൻ വരുമ്പോൾ ആ കഥ കടച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് രേവതി പറയുകയാണെ. വന്ന ഉടനെ തന്നെ അച്ഛൻ ഉറങ്ങിയോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അതേ, ഭക്ഷണം കഴിച്ച് ഇപ്പൊ കിടന്നതേ ഉള്ളൂ. ശരി, എന്തായാലും നീ ഇവിടെ ഇരിക്കും, എനിക്ക് ഒരുപാട് ജോലിയുണ്ട് കിച്ചണിൽ, അതൊക്കെ പിന്നെ ചെയ്യാം രേവതി.
അങ്ങനെ ഇടുന്ന ഉടനെ തന്നെ പോക്കറ്റിൽ നിന്ന് കുപ്പി എടുക്കാണ് ചെയ്യുന്നത്. ഇത് കണ്ട രേവതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതെന്ത് സച്ചിയേട്ടാ, പണ്ടൊക്കെ പുറത്ത് പോയിട്ടേ കുടിക്കുള്ളായിരുന്നു, ഇപ്പൊ അത് നടുവീട്ടിൽ കൊണ്ടുവച്ചിട്ട് കുടിക്കുകയാണോ, നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണേ. രേവതി, നീ പറയുന്നത് തന്നെ നിനക്ക് ന്യായമായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ അവസാനമായിട്ട് എപ്പോഴാ കുടിച്ചതെന്നുള്ള കാര്യം എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇപ്പൊ നിങ്ങൾ എന്താ വീണ്ടും ആരംഭിക്കുകയാണോ? നിങ്ങളുടെ ശരീരം ചീത്തയായി പോകുന്നുള്ളൊരു ചിന്ത പോലും നിങ്ങൾക്ക് ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് രേവതി ഭയങ്കരമായിട്ട് റേസ് ആവുന്നുണ്ട്. ഇത് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ, അല്ല രേവതി, ഭർത്താക്കന്മാര് പുറത്തു പോയിട്ട് ഭയങ്കര കഠിനാധ്വാനം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഭാര്യയും അവരുടെ ശരീരം കെട്ടുപോകൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. അതുമാത്രമല്ല, കൂടുതലായിട്ട് അധ്വാനിക്കേണ്ട എന്നുള്ള കാര്യം പറയാറില്ലല്ലോ. എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇച്ചിരി ലൈറ്റായിട്ട് അടിക്കുമ്പോഴേക്കും ശരീരം മോശമായിട്ട് പോവോ? സച്ചേട്ടാ, രാവും പകലും കിടന്ന് അധ്വാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ശരീരവും കേടാവില്ല. എന്താ, പെണ്ണുങ്ങളായ ഞങ്ങള് രാവിലെ മുതൽ വൈകിട്ട് വരെ എന്തോരം ജോലി ചെയ്യുന്നുണ്ട്, അപ്പോഴും ഞങ്ങളൊക്കെ ഈ കാര്യമാണോ ചെയ്യുന്നത്? നിങ്ങൾ മേടിച്ചിട്ട് ഇപ്പൊ നടുവീട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയാണല്ലേ. അല്ല, ഇത് നമ്മുടെ റൂമാണല്ലോ. നിങ്ങളിങ്ങനെ വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ഈ വീട് തന്നെ ഒരു ബാറാക്കി മാറ്റും. ഞാൻ അച്ഛനെ വിളിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിക്കരിക്കുന്ന എണീറ്റ് പോവാണ്. രേവതി, അച്ഛനെ വിളിക്കല്ലേ, മിണ്ടാതിരിക്കുക എന്നെ പിടിച്ചോണ്ട് വരുവാണ്. എന്നതിന് ശേഷം ചിരിക്കാണ്. എന്താ, നിങ്ങൾ കടയിൽ നിന്നും കുടിച്ചിട്ടാണോ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ ചിരി കാണും. കടയിൽ നിന്നും കുടിച്ചിട്ടില്ല, വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ടില്ല. ഞാനത് കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടുവന്നതല്ല, പിന്നെന്തിനു വാങ്ങിയതാണ്. രേവതി, നീ ഇങ്ങോട്ട് വാ. നമ്മളിന്ന് പ്രിൻസിപ്പളെ കാണാൻ വേണ്ടി പോയില്ലേ, അയാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖം തന്നില്ല. പക്ഷേ ക്ലർക്ക് പറഞ്ഞത് നീയും കേട്ടതല്ലേ, നാളെ അയാളെ നമ്മുടെ അഴുകിലേക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാമ കളിക്കാൻ വേണ്ടി പോവുകയാണ്. ഡ്രാമയോ? അതെ. നാളെ നട റോട്ടിൽ ഞാൻ ഇത് കുടിച്ചിട്ട് നിന്നെ അടിക്കുന്നത് പോലെ ഞാൻ സീൻ ഉണ്ടാക്കും. എന്നെ നിങ്ങൾ അടിക്കുമ്പോൾ ഞാൻ ചുമ്മാതിരിക്കോ? എന്റെ കൈ എന്താ പൂക്കെട്ടയാണെന്നുള്ള കാര്യമാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നീയേ കൈകൊണ്ട് പൂ കെട്ടുന്നു, അതുപോലെ തന്നെ കൈകൊണ്ട് വീട് കെട്ടുന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഞാനേ നിന്നെ അടിക്കത്തൊന്നുമില്ല, അടിക്കുന്നത് പോലെ കാണിക്കുള്ളൂ, അതുപോലെ തന്നെ കുടിക്കുന്നത് പോലെ. ഞാൻ ഒരിക്കലും എന്റെ രേവതി കുട്ടിയെ അടിക്കില്ലല്ലോ. ശരി, എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ പ്രിൻസിപ്പളിന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ നടിക്കണം. ആ സമയത്ത് നീ എന്തൊക്കെ ഡയലോഗാണ് പറയേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം, അതുപോലെ നീ പറയണം. നാളെ ശരത്തിനടുത്തും അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയണം. നിങ്ങൾ എന്നെ അടിക്കുന്നത് പോലെയൊക്കെ ശരത്ത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, അവൻ ശരിക്കും അടിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് വീണ്ടും അത് വലിയ പ്രശ്നമാകും. ഇല്ല രേവതി, അതൊന്നുമില്ല. നീ എന്തായാലും അവനെ വിളിച്ചിട്ട് പറയാം. കാരണം നടിക്കാൻ വേണ്ടി പറയുമ്പോൾ അവന് ഒറിജിനൽ ആയിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഓവറായിട്ട് അഭിനയിക്കും. ഞാൻ നിന്നെ ശരിക്കും അടിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അവൻ എന്നെ ചീത്ത വിളിക്കണം. അത് ആ കോളേജ് പ്രിൻസിപ്പൾ കാണണം. അങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരത്ത് തന്നെ പ്രിൻസിപ്പൾ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞോളൂ. ഇങ്ങനൊരു അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനത്തെ രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുക എന്നുള്ളത് അവൻ പറഞ്ഞോളൂ. അങ്ങനെ അവൻ പോയി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പ്രിൻസിപ്പളിന്റെ മനസ്സ് മാറുകയും അവനെ കോളേജിൽ വീണ്ടും എടുക്കുകയും ചെയ്യും. എന്തിനാ സച്ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നേർവഴിയായിട്ട് എന്തെങ്കിലും ചെയ്താൽ പോരെ എന്നുള്ള കാര്യം ചോദിക്കും. നേർവഴിയിലൂടെ നമ്മള് പോയതല്ലേ, പക്ഷെ നമ്മളെ ഉള്ളിലേക്ക് വിട്ടില്ലല്ലോ. ഞാൻ പറയുന്ന കാര്യം ചെയ്യേ. ഇപ്പോ ആകെയുള്ള ഒരേ ഒരു വഴി ഇത് മാത്രമാണ്. നല്ലതിന് വേണ്ടിയിട്ട് നമുക്ക് കള്ളം പറയാ എന്നുള്ള കാര്യം. ഈ ബോട്ടിലുണ്ടല്ലോ, ഒറിജിനൽ അല്ല, അതും ഡ്യൂപ്ലിക്കേറ്റ് ആണ്, കളർ വെള്ളം. നാളെ നീ എന്താ സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞുതരാം. നീ അതെല്ലാം മനപ്പാടാക്കിക്കോ. എന്നിട്ട് സച്ചി രേവതിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അവര് സച്ചി ഭയങ്കരമായിട്ട് കുടിച്ചതുപോലെ കാണിക്കുകയും രേവതിയെ അടിക്കാൻ വേണ്ടി പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പട്ടാ പകലിങ്ങനെ കുടിച്ചിട്ട് എങ്ങനെ അടിക്കുകയാണെന്നൊക്കെ വെച്ചിട്ട് രേവതി ഇങ്ങനെ സച്ചിയെ പിടിക്കുന്നൊക്കെ ഉണ്ട്. സച്ചിയാണെങ്കിൽ തീരെ ബോധമില്ലാതെ ഇങ്ങനെ ആ ഗേറ്റിന് മേലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഞാൻ സമ്പാദിക്കുന്നു, ഞാൻ കുടിക്കുന്നു, നീ അതൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നീ ആരാണെന്നൊക്കെ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അവിടെ കണ്ടു നിൽക്കുന്നുണ്ട്. ഞാൻ നിന്റെ ഭർത്താവാണ്, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിന്നെ അടിക്കും, ഇനി തൂക്കി എടുത്തിട്ട് നിന്നെ എറിഞ്ഞെന്നും വരും. അവിടെ നിൽക്കുന്ന ചേച്ചിമാരാണെന്നുണ്ടെങ്കിൽ കുടിച്ചിട്ട് എന്ത് തോന്നിയോസ കാണിക്കുന്നത് കണ്ടോ, അതും ഈ പട്ടാ പകല്. ഉടനെ തന്നെ ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ നിങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് ശരത്ത് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് വന്നിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങി ചോദിക്കുന്നുണ്ട്. നീ ആരടാ, മാറി നിൽക്കടാ എന്നൊക്കെ പറഞ്ഞ് ശരത്തിനെ അങ്ങ് തട്ടി മാറ്റുവാണ് കേട്ടോ സച്ചി. നിങ്ങൾ ഇത്ര പെട്ടെന്ന് എന്നെ മറന്നുപോയോ? എന്തിനാണ് ഇപ്പൊ എന്റെ ചേച്ചിയെ നിങ്ങൾ അടിക്കുന്നത്? അപ്പോ നിന്റെ ചേച്ചിയെ ഞാൻ കുടിക്കാതെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സച്ചിയുടെ ഒന്ന് വെറുതെ വിട്, റോഡിൽ വെച്ചിട്ടാണോ ഇങ്ങനത്തെ തോന്നിയാസങ്ങളൊക്കെ കാണിക്കുന്നത്? ഒന്ന് മാറി നിൽക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങ് തട്ടി മാറ്റുവാണ് സച്ചി. എന്റെ ഭാര്യയെ ഞാൻ അടിക്കും മെതിക്കും, അത് ചോദിക്കാൻ വേണ്ടിട്ട് നീ ആരടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ സച്ചി അങ്ങ് പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ആ പ്രിൻസിപ്പൾ അവിടെ നിന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നാണോ ഇല്ലേ? പണ്ടത്തെ പോലെ ഇപ്പൊ അല്ലാന്നാ ഞാൻ വിചാരിച്ചത്. ഇങ്ങനെ ചേച്ചിയെ നട റോട്ടിൽ അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാണോ ഇല്ലേ എന്നൊക്കെ വെച്ചിട്ട് ശരത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. ഇന്ന് നീ കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പണം തരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കാനുണ്ട് രേവതിയുടെ അടുത്ത്. നിങ്ങളുടെ അടുത്ത് അല്ലേ പറഞ്ഞത് എന്റെ ചേച്ചിനെ അടിക്കരുത് എന്ന്? അപ്പോഴേക്കും ശരത്തിനെ അങ്ങ് പിടിച്ച് അങ്ങ് ഉന്തി തള്ളിയിടുവാണ്. ശരത്ത് വേഗം പോയിട്ട് പ്രിൻസിപ്പളിന്റെ മേലെയാണ് ചെന്ന് വീഴുന്നത്. പ്രിൻസിപ്പലിന്റെ അടുത്ത് സോറി സാർ എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട്. നിങ്ങളല്ലേ ശരത്ത്
അതെ സാർ എന്ന് ശരത്ത് തിരിച്ചു പറയുന്നുണ്ട്. നീ എനിക്കിന്ന് കുടിക്കാൻ പണം തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ രേവതിയുടെ അടുത്ത് ഇങ്ങനെ സച്ചി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം പ്രിൻസിപ്പൾ ആണെങ്കിൽ അതാരാണെന്ന് ചോദിക്കുകയാണ്. അത് എന്റെ ചേച്ചിയാണ്. കുടിച്ചിട്ട് അയാൾ ബോധമില്ലാതെ എന്റെ ചേച്ചിയെ അടിക്കുകയാണ്. കുറച്ചു നാളായിട്ട് കുടിയൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ വീണ്ടും ആരംഭിച്ചു. എന്തിനാണ് ഇങ്ങനത്തെ ഒരാളെ നിന്റെ ചേച്ചിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ് സാർ, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ അങ്ങനെയായി പോയി. എന്റെ അച്ഛൻ ബസ് ആക്സിഡന്റ് ആയിട്ട് മരിച്ചതാണ്. ചേച്ചിയും ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്റെ വീടിന്റെ കഷ്ടപ്പാട് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോയത്. അതേസമയം രേവതിയാണെന്നുണ്ടെങ്കിൽ ഈ നടു റോഡിലെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്തിനാ സച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. എന്ത് നടു റോഡ്, നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോകുമ്പോഴേക്കും രേവതിയാണെങ്കിൽ ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ നടു റോഡിൽ വെച്ചിട്ട് ബോട്ടിൽ എടുത്തിട്ട് കുടിക്കുന്നൊക്കെ ഉണ്ട്. സച്ചിയേട്ട എല്ലാവരും കാണുന്നുണ്ട്. ആര് കാണുന്നുണ്ടെന്നാടി നീ പറയുന്നതെന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുവാണ്. നീ ഇപ്പൊ പണം തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുകയാണേ. എന്നിട്ട് അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ശരത്താണെന്നുണ്ടെങ്കിൽ പിടിച്ചു വെക്കുന്നുണ്ട്. എന്റെ ചേച്ചി അടിക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഉടനെ പ്രിൻസിപ്പൾ ആണെന്നുണ്ടെങ്കിൽ ഇത് പോലീസ് വന്നാൽ മാത്രമേ ശരിയാക്കുള്ളൂ, പോലീസ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്യാണ്. അങ്ങനെ അയാൾ ഫോണിൽ സംസാരിക്കുന്ന കാണുമ്പോഴേക്കും രേവതിയാണെങ്കിൽ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങ് മാറ്റി നിർത്തിയിട്ട് എന്താ സച്ചിയേട്ട ഒന്നും നടക്കാത്തതെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് രേവതിയെ വീണ്ടും തട്ടി തള്ളിയിടുവാണ്. ഇത് നോക്ക് സച്ചിയേട്ടാ, വീണ്ടും എന്റെ ചേച്ചിന്റെ മേൽ കൈവച്ചാലുണ്ടല്ലോ ഞാൻ നോക്കി ചുമ്മാ ഇരിക്കില്ല. ഉടനെ ശരത്തിനെ അങ്ങ് വിളിക്കുവാണ് കേട്ടോ പ്രിൻസിപ്പള്. രേവതിയുടെ അടുത്ത് പണമാണല്ലോ ചോദിക്കുന്നത് സച്ചി. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇയാള് ജോലിക്കൊന്നും പോവില്ലേ എന്ന്. അയാള് കാർ ഡ്രൈവറാണ്. കൂടി ആരംഭിച്ചിട്ട് എന്റെ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തുടങ്ങിയെന്നാ തോന്നുന്നത്. ഇവരുടെ അമ്മായിമ്മയാണെന്നുണ്ടെങ്കിലും കാശും പണമൊന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ചേച്ചിയെ വളരെയധികം കഷ്ടപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് സാർ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകുന്നത്. ചേച്ചിക്ക് സ്വർണ്ണവും ഇതൊക്കെ മേടിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് കോളേജിൽ ക്ലാസ് മിസ്സാവാനും സാർ അത് തന്നെയാണ് കാരണം. അങ്ങനെ സാറുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് കേട്ടോ, ഞാൻ കാരണമാണ് ഇവൻ പാർട്ട് ടൈം ആയിട്ട് ജോലിക്കൊക്കെ പോയത്, കോളേജിൽ മര്യാദയ്ക്ക് വരാൻ വേണ്ടി പറ്റാതിരുന്നത്. ഇതുപോലെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് ആകെ പഠിപ്പ് മാത്രമല്ലേ സാർ പ്രധാനമായിട്ടുള്ളത്. എന്റെ ജീവിതം ഇങ്ങനെയായി, ഇനി എന്റെ അനിയന്റെ ജീവിതം ഇങ്ങനെ ആവരുതെന്ന് വിചാരിച്ചിട്ടാണ് സാർ എന്നൊക്കെ അയാളടുത്ത് കെഞ്ചി ഇങ്ങനെ രേവതി പറയുന്നുണ്ടേ. ഇതെന്തിനാണ് എല്ലാവരും എന്റെ പേര് പറയുന്നത്, ഇഡിയറ്റ് എന്നൊക്കെ പറയാനുണ്ട് നമ്മുടെ പ്രിൻസിപ്പള്. ഞാനിന്ന് രാവിലെ ഇഡ്ഡലിയല്ല സാമ്പാറും ദോശയും ഒക്കെയാ കഴിച്ചത്. എടാ, നിന്റെ വിശ്വസിച്ചിട്ട് കല്യാണം കഴിച്ചു വന്ന പെണ്ണിനെ നീ നടു റോട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോടാ? സാറ് തന്നെ അവളുടെ അടുത്ത് ചോദിക്കും. ഞാൻ അവളുടെ അടുത്ത് പണം ചോദിച്ചു, പക്ഷെ അവള് തന്നില്ല. ഭർത്താക്കന്മാർക്ക് ബഹുമാനം തരണോ വേണ്ടോ എന്നുള്ള കാര്യം സാറ് തന്നെ പറയുന്നൊക്കെ ഭയങ്കര കുടിച്ച് ലെക്കില്ലാതെ സംസാരിക്കുന്നത് പോലെയൊക്കെ സച്ചി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഫുള്ളായാലും ഭർത്താവ് തന്നെയാണ്, ഹാഫ് ആയാലും ഹസ്ബൻഡ് അല്ലാത്ത അവോസ്. സച്ചിൻ എന്താണ് ഇത്രയും വലിയൊരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് രേവതി ചോദിക്കുകയാണ്. ഓ, ഇത്രയും വലിയ മനുഷ്യനാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ അടുത്ത് പണം തരാൻ വേണ്ടിയിട്ട് പറയുന്നു സച്ചി പറയുന്നുണ്ട്. ഇത് കണ്ട ശരത്തിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അന്ന് വന്നിട്ട് നിങ്ങൾ നല്ല പിള്ളയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അങ്ങനെ അവിടെ നടക്കുന്ന തോന്നിവാസങ്ങളൊക്കെ കാണുമ്പോഴേക്ക് പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, ശരത്തെ, ഇങ്ങനൊരു ഫാമിലി നിന്ന് വന്ന നീയാണെന്നുണ്ടെങ്കിൽ നല്ല പഠിച്ചേ പറ്റുള്ളൂ. നാളെ മുതൽ നീ മര്യാദയ്ക്ക് കോളേജിൽ വരികയും എക്സാം എഴുതുകയും ചെയ്യടാ. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രേവതിക്കും അതുപോലെ തന്നെ സച്ചിക്കാണെങ്കിൽ ഐഡിയ വർക്കൗട്ട് ആയി എന്നുള്ള ഭയങ്കര സന്തോഷമുണ്ട്. സാർ, ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ അനിയന്റെ ജീവിതം നന്നായിട്ടിരിക്കല്ലോ എന്ന് രേവതി പറയും. അവന്റെ ജീവിതം മാത്രം നന്നായാൽ മതിയോ? എന്റെ ജീവിതം നന്നാവണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് കുടിയന്മാരെ പോലെ അഭിനയിക്കുകയാണ്. സ്റ്റുപ്പിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും പ്രിൻസിപ്പൾ വിളിച്ചിരിക്കുന്ന പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുവാണ്. പോലീസ് വന്ന ഉടനെ തന്നെ പ്രിൻസിപ്പൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മാഡത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, സർ, ഞാന് വിളിച്ചതാണ് നിങ്ങളെ. അതാ അയാള് ഫുള്ളായിട്ട് കുടിച്ചിട്ട് ഭാര്യയെ നടുറോട്ടിൽ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങളുടെ ജീവിതം നാശമാക്കുന്ന അവനെ ചുമ്മാ വിടാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പോലീസുകാർ പോയിട്ട് സച്ചിയെ പിടിച്ചോണ്ട് വരുന്നുണ്ട്. ഞാൻ ഇവിടെ അടുത്തുള്ള കോളേജിലെ പ്രിൻസിപ്പളാണ്, വന്നിട്ട് കംപ്ലൈന്റ് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം. ശരത്തെ, നീ പഠിക്കാനുള്ള പണി നോക്കുക എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. കഴിഞ്ഞ ശേഷം എന്താടാ നീ നടുറോട്ടിൽ കുടിച്ചിട്ട് കാണിക്കുന്നതെന്ന് ചോദിക്കണ്ടേ. അയ്യോ മാഡം, ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയണേ. എന്താടാ ഇപ്പോഴും നിനക്ക് ബോധമില്ല? അല്ല, ഞാൻ നല്ല സ്വബോധത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഉടനെ രേവതിയും പറയുന്നുണ്ട്, ഇല്ല മാഡം, അവരെ കുടിച്ചിട്ടില്ല എന്ന്. എന്തിനാണ് ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നത്? നിങ്ങളെ പോലത്തെ ഭാര്യമാര് മുന്നോട്ട് വരണം, അപ്പോഴേ പെണ്ണുങ്ങൾക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. ഇല്ല മാഡം, അവരെ അഭിനയിച്ചതാണ്. അതെ മാഡം, ഞാൻ നേരത്തെ അഭിനയിച്ചതും ഇപ്പോ നല്ല പോലെയാണ്. ചുമ്മാ ഞങ്ങളെ കണ്ടിട്ട് നമ്പർ ഇറക്കണ്ട, മര്യാദയ്ക്ക് വണ്ടി കയറടാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് രേവതിയും പറയുന്നുണ്ട്, അവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവരെ വിടണം എന്ന്. അങ്ങനെ ഇവരെ വിടാനൊന്നും പറ്റില്ല. ആ പ്രിൻസിപ്പൾ ACPക്ക് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ എന്നെയാണ് ചോദ്യം ചെയ്യുക. പിടിച്ചു കയറ്റാൻ വേണ്ടി പറയുമ്പോഴേക്കും സച്ചിയും കൂടെ പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്ത് രേവതി, നമ്മുടെ മേല് ഒരു തെറ്റുമില്ല, നീ പേടിക്കണ്ട എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അയ്യോ മാഡം, കൊണ്ടുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പുറകെ പോകുമ്പോ ചേച്ചി ഒന്ന് നിൽക്കുന്നുണ്ടോ? ഇമ്മാതിരി തോന്നിസം ചെയ്ത അയാൾക്ക് ഇത് ആവശ്യം എന്ന് പറയണേ. ഒന്നും മിണ്ടാതിരിക്കടാ, എല്ലാം നീ ഒറ്റൊരുത്ത കാരണമാണ്. നിന്നെ കോളേജിൽ വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ടാണ് സച്ചേട്ടനും ഞാനും കൂടി ചേർന്നിട്ട് ഇങ്ങനൊരു നാടകം കളിച്ചത്.
ഇത് ചേച്ചിക്ക് മുമ്പേ പറഞ്ഞുകൂടായിരുന്നു എന്ന് ശരത്ത് ചോദിക്കുന്നുണ്ട്. എന്നെ രക്ഷിക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പോ സച്ചേട്ടനാണ് പെട്ടിരിക്കുന്നത്. സച്ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഞാനിനി വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് എന്ത് പറയും? ഒന്നും സംഭവിക്കില്ല. നമുക്ക് ചെന്നിട്ട് സത്യം പറയാമെന്ന് പറഞ്ഞ് രേവതിയും കൂട്ടിയിട്ട് ശരത്ത് അങ്ങ് പോവാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, സാർ ഞാൻ കുടിച്ചിട്ടില്ല എന്ന്. ഏതെങ്കിലും കുടിച്ചൊരാള് എന്തെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ കുടിച്ചു എന്നുള്ള കാര്യം? സാർ കുടിച്ച ആൾ ഒരിക്കലും കള്ളം പറയില്ല. ഇപ്പൊ ഞാൻ കുടിച്ചിട്ടില്ല സാർ എന്ന് പറയാണ്. നീ ചുമ്മാതിരിക്കണം, അവിടെ എങ്ങാനും പോയി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസുകാരനെ സച്ചി ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അയാൾ അങ്ങ് പോവാണ്. ഉടനെ രേവതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അല്ല രേവതി, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. രേവതി അവിടെ പോയിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ ആരാ ഇത്, അവിടെ എന്താ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് രേവതിയുടെ അടുത്ത്. എന്നിട്ട് പോലീസുകാരൻ അരികിലേക്ക് ചെല്ലാൻ പറയുകയാണ്. സാർ, അതെന്റെ ഭർത്താവാണ്, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് രേവതി പറയുമ്പോൾ, നീയാണോ അവന്റെ ഭാര്യ? കുടിച്ചിട്ട് റോഡിൽ വെച്ച് നിന്നെ അടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. സാർ, അങ്ങനെയൊന്നുമില്ല സാർ, ഇത് എന്റെ അനിയനാണ്. ഇവൻ കോളേജിൽ കുറച്ചു നാള് ശരിയായിട്ട് പോവാത്തത് കൊണ്ട് എക്സാം എഴുതാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ആ കോളേജിലെ പ്രിൻസിപ്പളും കണ്ടിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. പക്ഷേ അദ്ദേഹം ഞങ്ങൾ കണ്ടിട്ട് സംസാരിക്കില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ചുമ്മാ കുടിച്ചതുപോലെ അഭിനയിച്ചതാണ്. അത് കണ്ടിട്ട് അദ്ദേഹം ഇവനെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നു വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതെ സാർ, എനിക്ക് വേണ്ടിയിട്ടാണ് സച്ചേട്ടനും രേവതി ചേച്ചിയും ഇങ്ങനെ ചെയ്തെന്ന് ശരത്തും പറയുന്നുണ്ട്. എന്ന് കരുതിയിട്ട് റോഡില് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടിട്ട് പോലീസ് ചുമ്മാ ഇരിക്കുന്നതാണോ വിചാരിക്കുന്നത്? തെറ്റാണ് സാർ, അറിയാതെ ചെയ്തു പോയതാണ്, വിടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ രേവതി. അങ്ങനെയൊന്നും വിടാൻ വേണ്ടി പറ്റില്ല. ഇൻസ്പെക്ടറാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഇനിയിപ്പോ അവര് വന്ന് പറയാതെ വിടാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഇൻസ്പെക്ടറുടെ അടുത്ത് സംസാരിക്കുക എന്ന് രേവതി പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇവിടെ ഇല്ല, ഒരു മീറ്റിംഗിന് വേണ്ടി പോയതാണ്. അതുകൊണ്ട് എപ്പോ വരുന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവന് വേണ്ടിയിട്ടാണ് സാർ അവര് അങ്ങനെയൊക്കെ ചെയ്തത്. ദയവേതിരെ വിടണം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അങ്ങനെയൊന്നും വിടാൻ വേണ്ടി പറ്റില്ല. എന്തായാലും ഇൻസ്പെക്ടർ വരണം, അവര് നാളെ രാവിലെ വരുള്ളൂ. സാർ, അങ്ങനെയാണെങ്കിൽ അവരുടെ നമ്പർ തരുവാണെങ്കിൽ ഞാൻ സംസാരിക്കാന്ന് പറയുന്നുണ്ട് രേവതി. അങ്ങനെ നമ്പർ ഒന്നും തരാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾ പോയിട്ട് രാവിലെ വരാൻ വേണ്ടിയിട്ടാണ് രേവതിയുടെ അടുത്ത് പറയുന്നത്. സാർ, സച്ചേട്ടനെ വിട്ടേക്കൂ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ കിടന്നോളാം എന്ന് ശരത്ത് പറയുന്നുണ്ട്. എന്തിന്? ഞങ്ങള് ആളെ മാറ്റിയിട്ട് ആൾമാറാട്ടം നടത്തിയെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വരാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അയാളടുത്ത് വീണ്ടും ബെഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അയാളാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇൻസ്പെക്ടർ പറയണം, അല്ലെങ്കിൽ മുകളിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് പറയണം, എന്നാൽ മാത്രമേ എനിക്ക് വിടാൻ വേണ്ടി പറ്റുള്ളൂ. പോയിട്ട് നിങ്ങൾ രാവിലെ വാ എന്ന് പറഞ്ഞിട്ട് അവരിന്ന് അവിടുന്ന് പറഞ്ഞു വിടുവാണേ. സച്ചിയുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതിയുടെ അടുത്ത്. നാളെ വിടുള്ളൂ എന്നുള്ളൂ അവര് പറയുന്നത്. രേവതി, ഇത് അത്ര വലിയ കേസൊന്നുമല്ല, നാളെ രാവിലെ അവർ വന്നു കഴിഞ്ഞാൽ എന്നെ അങ്ങ് വിട്ടോളൂ. ഇല്ല, ഒരു രാത്രി പോലും സച്ചേട്ടനെ ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശരത്തിന്റെ കയ്യിൽ നിന്ന് ഫോണും മേടിച്ചിട്ട് രേവതി അങ്ങ് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്തിനാ സച്ചേട്ട ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, നമുക്ക് വേണ്ടിയിട്ട് ആരും സഹായം ചെയ്യാൻ വേണ്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ചെയ്തതാണ്. എങ്കിലും സച്ചേട്ട, ഞാൻ കാരണം നിങ്ങൾ ഇവിടെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയില് സോറി സച്ചേട്ട എന്ന് പറയാണ് കേട്ടോ ശരത്ത് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ മനസ്സങ്ങ് അലിയുന്നുണ്ട്. എടാ വീടടാ, ഇപ്പോ അതിന് മാത്രം എന്താ നടന്നത്? എന്തായാലും നിന്റെ അടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അയാൾ അനുവദിച്ചില്ല, എനിക്ക് അത് മതി. എനിക്കെന്തായാലും ഇനി കോളേജിലൊന്നും പഠിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നീ അങ്ങനെയല്ല, നീ നന്നായിട്ട് പഠിക്കണം. നിന്റെ അമ്മയ്ക്ക് നിന്റെ മേല് അത്രയും വിശ്വാസമാണ്. അതുകൊണ്ട് നീ അത് കാത്തു രക്ഷിക്കണം, അതുകൊണ്ട് നീ അത് കാത്തു സൂക്ഷിക്കണം. ഇതൊക്കെ കേട്ടിട്ട് ശരത്ത് സച്ചിയേട്ട എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവാണ്. ശരത്ത് വിട്ടേക്ക്, കരയിലട എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ആശ്വസിപ്പിക്കുകയാണ്. അതേസമയം രേവതിയാണെങ്കിൽ ആരോന്ന് വിളിച്ചിട്ട് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവര് ചെയ്യില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഈ സമയത്ത് ഞാൻ ആരെടുത്ത് പോയിട്ടാണ് സഹായം ചോദിക്കേണ്ടതെന്നുള്ള കാര്യം അറിയാതെ ഇങ്ങനെ രേവതി അവിടെ നിൽക്കുവാണ്. കുറച്ചു നേരം കഴിയുമ്പോഴാണ് വർഷയുടെ അടുത്ത് സഹായം ചോദിക്കുക എന്നുള്ള ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഉടനെ തന്നെ വർഷയെ വിളിക്കുകയും, വർഷേ ഇപ്പോൾ നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, എന്താ രേവതി ചേച്ചി എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. സച്ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സച്ചേട്ടനെയോ? എന്തിന്? എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം രേവതി പറയാണ്. അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പോയത്? അവരുടെ സത്യം പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഒരുപാട് പറഞ്ഞു, പക്ഷേ അവരത് കേൾക്കുന്നില്ല. ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ പെട്ടത്. അത് ശരി തന്നെയാണ്, ഞാനും ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ അവർ വിടുന്നില്ല. ഇൻസ്പെക്ടറുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വർഷ പറയുന്നുണ്ടെങ്കിലും അവര് ഇവിടെ ഇല്ല, നാളെ അവര് വരുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞത്. സ്റ്റേഷനിൽ വെച്ചിട്ട് സച്ചിനെ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയമൊക്കെ എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ രേവതി കരഞ്ഞോണ്ടിരിക്കുമ്പോ, ഇല്ല ചേച്ചി അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. രേവതി ചേച്ചി അതൊന്നും ഓർത്തിട്ട് ഭയക്കേണ്ട കാര്യമില്ല. ഇല്ല വർഷേ, എനിക്കെന്താ ഭയങ്കര പേടിയുണ്ട്. ഇപ്പോ നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നിനക്കറിയുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഒന്ന് ആരടുത്തെങ്കിലും പറഞ്ഞിട്ട് സച്ചേട്ടനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമെന്ന് പറയുകയാണേ. ഇത് കേട്ട വർഷയാണെന്നുണ്ടെങ്കിൽ രേവതി ചേച്ചി ഫോൺ കട്ട് ചെയ്യും. ഞാൻ ചേച്ചി തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണേ. വർഷ ഫോൺ വെച്ച ഉടനെ തന്നെ മഹിമയാണ് കേട്ടോ വിളിക്കുന്നത്. എന്നിട്ട് വർഷയുടെ ഒരു ഫ്രണ്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അച്ഛനെ എസ് ഒക്കെ അറിയല്ലോ, ഒന്ന് സംസാരിക്കൂ എന്നുള്ള കാര്യം ആദ്യം മഹിമയുടെ അടുത്താണ് ചോദിക്കുന്നത്. ഈ കാര്യം മഹിമയാണെങ്കിൽ മധുസൂദന്റെ അടുത്ത് പറയുമ്പോൾ, നമ്മൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പോലീസ് വിഷയങ്ങളിലൊക്കെ കയറി ഇടപെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ മേലെ ഒരു തെറ്റുമില്ല. എന്തായാലും വർഷ
സാക്ഷിയല്ലേ പറയുന്നത്, അതിലെന്തായാലും സത്യസന്ധത ഉണ്ടാകും. ഞാൻ എന്തായാലും AC ആയിട്ട് സംസാരിക്കാം. ഏത് ആളെ പേരും അതുപോലെ തന്നെ ഏത് സ്റ്റേഷനിലാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ആരാണ് വർഷ പേരെന്താന്ന് മഹിമ ചോദിക്കുവാണേ. പറയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് മടിക്കുന്നുണ്ട്. പക്ഷെ അവസാനം സച്ചിന്ന് പറയുന്നുണ്ട്, ഏത് അവൻ റൗഡിയല്ലേ, അവരെ മേലെ ഒരു തെറ്റും ഇല്ലാമെന്ന് പറയുമ്പോ ആര് അവനല്ലേ, അവൻ എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടാകും. പേര് കേട്ട ഉടനെ തന്നെ മധുസൂദന്റെ അവിടെ കിടന്ന് തുള്ളുന്നുണ്ട്. ആര് ആ രവിയുടെ മകനാണോ എന്ന് ചോദിക്കുമ്പോൾ മഹിമ അതേന്ന് പറയുന്നുണ്ട്. അവൻ എന്നെ എത്ര പ്രാവശ്യം അടിച്ച് അപമാനപ്പെടുത്തിയിട്ടുണ്ട്, എന്നിട്ട് ഇപ്പോ അവന് ഞാൻ റെക്കമെൻഡ് ചെയ്യണോ? അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ് മധുസൂദനൻ. ഡയറക്റ്റ് വർഷയുടെ അടുത്തല്ല മഹിമയുടെ അടുത്താ പറയുന്നത്. കാരണം മഹിമയാണ് വർഷയുമായിട്ട് സംസാരിക്കുന്നത്. ഇതുപോലത്തേന് വർഷ എനിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം അവളടുത്ത് പറഞ്ഞേക്കുന്നൊക്കെ മധുസൂദനൻ ചൂടായിട്ട് പറയും. കേട്ടില്ലേ വർഷയെ പറഞ്ഞത്, നിന്റെ അച്ഛനെ അവൻ എത്ര തവണ അടിച്ചിട്ടുണ്ട്, അവന് വേണ്ടിയിട്ടാണോ നീ റെക്കമെൻഡേഷൻ ചെയ്യുന്നത്? അതൊക്കെ പഴയ കാര്യങ്ങളല്ലാമേ. ഇപ്പോ സച്ചേട്ടന്റെ മേലെ ഒരു തെറ്റുമില്ല. വേണ്ട വർഷേ, അവന്റെ കാര്യത്തില് നീ ഞങ്ങളെ വിളിക്കേ വേണ്ട, ഞങ്ങള് ഹെൽപ്പ് ചെയ്യില്ല, നീ വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ മഹിമ. വർഷയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യവും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വർഷ രേവതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ രേവതി ചേച്ചി പറ്റില്ല എന്ന്. ശരി, കുഴപ്പമില്ല, എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് നീ ട്രൈ ചെയ്തല്ലോ, അത് തന്നെ സന്തോഷം. നിങ്ങൾ ചേച്ചി വേഗം ചെന്നിട്ട് ഇൻസ്പെക്ടർ അടുത്ത് സംസാരിച്ചു നോക്കൂ, അവര് വിടുന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് രേവതി കരഞ്ഞുകൊണ്ട് ഫോൺ വെക്കുവാണ്. അത് കഴിഞ്ഞ് മഹിമയാണ് കേട്ടോ കാണിക്കുന്നത്. മഹിമ മധുസൂദന്റെ അടുത്ത് പറയുന്നുണ്ട്, അവനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് അത് ഹെൽപ്പ് ആകും എന്നുള്ള കാര്യം. അവൻ എന്നെ അടിച്ചതാണ്, അവനെ എങ്ങനെങ്കിലും എന്നേക്കുമായിട്ട് ജയിലിലിടാനുള്ള വഴി വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം, അല്ലാതെ ഒരിക്കലും അവനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യില്ല. ഇത് നമുക്ക് നല്ലൊരു ചാൻസ് ആണ്, അതുകൊണ്ട് തന്നെ നീ നേരെ ചെല്ല് ആ രവിയുടെ വീട്ടിലേക്ക്. എന്നിട്ട് ഇത് നമുക്ക് വലിയ അപമാനമാണെന്ന് പറഞ്ഞിട്ട് അവിടെ വേറൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്ക്. അതിലൂടെ നമുക്ക് എന്നേക്കുമായിട്ട് ശ്രീകാന്തിന്റെ വർഷയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭാവിയിൽ നമുക്ക് ഉപകാരം ചെയ്യുന്നൊക്കെ പറയണേ. മഹിമയാണെങ്കിൽ ആ ശരി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുവാണ്. തുടർന്ന് രേവതി സച്ചിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. ഉടനെ തന്നെ ശരത്ത് വെക്കുന്നുണ്ട്, ചേച്ചി എന്തായി എന്ന്. ഒരുപാട് പേരെ വിളിച്ചു നോക്കി, പക്ഷെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഞാന് വർഷയുടെ അടുത്ത് വരെ പറഞ്ഞു, അവളുടെ അച്ഛനോടായിരിക്കും ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടാവുക. നല്ല ആളുടെ ചോദിച്ചത്. അയാള് എന്നെ എങ്ങനെങ്കിലും ജയിലിലിടാൻ വേണ്ടിയിട്ട് ഒരവസരം കിട്ടുമെന്നുള്ള കാര്യം നോക്കി നിൽക്കുകയാണ്. അയാൾക്ക് ഞാൻ പൊട്ടിച്ചതുമല്ലേ 2 വർഷ. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പറയുമ്പോൾ വർഷ ചെയ്യും, പക്ഷെ അയാൾ ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യില്ല. ആദ്യം നീ എന്തിനാണ് അയാളെ വിളിച്ച് ചോദിച്ചത്? ഇല്ല സച്ചേട്ടനെ ഒരു രാത്രി പോലും എനിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ നീ ചെയ്തത് തന്നെ തെറ്റാണ്. എന്തായാലും നീ തിരികെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്ക്. ഇല്ല സച്ചേട്ടാ, ഞാൻ സച്ചേട്ടനില്ലാതെ വീട്ടിലേക്ക് പോയില്ല എന്ന് രേവതി പറയും. ഇപ്പോൾ ഓൾറെഡി ഇരുട്ടായി. അത് മാത്രമല്ല, ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്നെ ഒന്നും നിൽക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല. ശരത്തെ നിന്റെ ചേച്ചിയും കൂട്ടിയിട്ട് പോകാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചിൻ നിർബന്ധിച്ച് അവിടുന്ന് പറഞ്ഞു വിടുവാണ്. അവിടെ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രേവതി. നീ കരയൊന്നും വേണ്ട, രാവിലെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് സച്ചി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് സച്ചി എവിടെയെന്നുള്ള കാര്യം ചോദിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ ട്രിപ്പിന് പോയതാന്നുള്ള കാര്യം പറഞ്ഞാൽ മതി, അല്ലാതെ ജയിലിലാണെന്നുള്ള കാര്യം ഒന്നും പറയണ്ട എന്ന് പ്രത്യേകമായിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അച്ഛന്റെ മനസ്സ് വേദനിക്കും. ശരിയെന്ന് രേവതി പറയുന്നുണ്ട്. നീ ചേച്ചിയെ കൊണ്ടുപോയിട്ട് വീട്ടിലിട്ടതിന് ശേഷം നീയും വീട്ടിലേക്ക് പോയിക്കോ, 2 പേരും പോകാൻ വേണ്ടി നോക്കിയെന്ന് പറഞ്ഞിട്ട് സച്ചി നിർബന്ധിച്ച് അവിടുന്ന് പറഞ്ഞു വിടുവാണേ.